നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തത്സമയ സംരക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. കണ്ണമ്പാറ പാറക്കോറിയിലേക്കുള്ള റോഡ് പാറക്കോറി ജീവനക്കാർ നന്നാക്കാൻ, അതായത് മെയിൻ്റനൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ഇതുവഴി പഞ്ചായത്തിൻ്റെ 2 ഭാഗങ്ങളായി കിടക്കുന്ന റോഡുകളെ ഒന്നിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രദേശവാസികൾ ആ റോഡ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഹലോ എത്തി, ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കാം, നോക്കിക്കോ. എന്നാലിപ്പോൾ സംഭവ സ്ഥലത്ത് ബഹുമാനപ്പെട്ട കമ്മീഷൻ എത്തുകയും, കോടതിയിൽ നിന്ന് കമ്മീഷൻ എത്തുകയും ബഹുമാനപ്പെട്ട വക്കീലും സ്ഥലത്തെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. അടുത്ത 29-ാം തീയതി വരെ ഈ റോഡിൽ യാതൊരുവിധ മെയിൻ്റനൻസ് വർക്കുകളും ചെയ്യരുത് എന്ന് കോടതി ഉത്തരവ് നിൽക്കവെയാണ് അവർ അതിക്രമിച്ച് കയറി ഈ റോഡ് പണി തുടങ്ങാൻ ആരംഭിച്ചത്. എന്നാൽ സമീപവാസികളും പൊതുപ്രവർത്തകരും ചേർന്ന് ഇവിടെ ആ റോഡ് തടയുകയാണ് ഉണ്ടായത്. അതിൻ്റെ തത്സമയ ദൃശ്യത്തിലേക്കാണ് ശശി ടി വിയിലെ പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വേറെ ആളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണോ? ആണോ? ആ വീട്ടിനകം എല്ലാം പൊട്ടിയിട്ടുണ്ട് സാറേ. അതിന്റെ മേലത്തെ വീടായി. ഒരു പാറക്കോറി പ്രവർത്തിക്കണമെങ്കിൽ നിയമപ്രകാരം റോഡ് 8 മീറ്റർ ഉണ്ടാകണം എന്നുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന റോഡിന് 8 മീറ്റർ വീതിയില്ല. അങ്ങനെ വന്നാൽ ഇവിടെ കോറി പ്രവർത്തനം തടസ്സപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് വിട്ടുകൊടുത്തിരിക്കുന്ന 3 മീറ്റർ വഴി ഒരു ചെറിയ വഴി ഇതിൻ്റെ സൈഡിൽ ഉണ്ട്. ആ വഴിയാണ് ഇവിടുത്തെ സമീപവാസികളും പൊതുജനങ്ങളും കാൽനട യാത്രക്കാരായി പോകുന്നതും അവരുടെ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതും. എന്നാൽ അതിന്ന് ഈ കോടതി ഓർഡർ അവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ സമരസമിതി നിലവിലുണ്ട്. അവരുടെ ഈ നേതൃത്വത്തിൽ ഈ റോഡ് ഇപ്പോൾ തടയുകയും അതോടൊപ്പം തന്നെ വക്കീൽ ഇടപെട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും കമ്മീഷനെ കൊണ്ടുവരികയും കമ്മീഷൻ ഈ റോഡ് പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് റോഡാണ്. ഇത് ജനങ്ങൾക്ക്, ഇത് പഞ്ചായത്ത് ആദ്യം ഞങ്ങൾക്ക് വിട്ടു തന്നതുമാണ്. അവർ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചൊക്കെ വെച്ച് പഞ്ചായത്തിൽ നിന്ന് കൂടെ ആൾക്കാർ വന്നാണ് ഇതെല്ലാം വെച്ചത്. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ ഇത് കൈക്കലാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയും കൂടെ ചേർന്നുകൊണ്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അവിടെ പോകണം. ചേച്ചിക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോയും അല്ല, വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ പറഞ്ഞ റോഡിൻ്റെയും പിന്നെ ചില സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തേക്ക് അയച്ചു തരാം. ക്ലിയർ ആയിട്ട് വേണം കോടതി സബ്മിറ്റ് ചെയ്യാൻ. ഞാൻ തരാം, ക്ലിയർ ആയിട്ട് തന്നെ തരാം. ഇപ്പോൾ കമ്മീഷൻ പാറക്കോറിയിലേക്ക് പോവുകയാണ്.
സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ റോഡിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പിന്നെ നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്. എന്തായാലും പാറക്കുറിയിലെ ആ റോഡ് എന്തായാലും പൊതുജനങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ ജീവൻ കൊടുത്തായാലും ശരി ഞങ്ങൾ ഈ റോഡ് ഒന്നാക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി മരിച്ചാൽ പോലും ഞങ്ങൾ ഒരു കാരണവശാലും ഈ റോഡ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇവിടെ രാത്രി 3 മണി മുതൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നേരം ഒരു വീട്ടമ്മ നമ്മളോട് പങ്കുവെച്ചത് ഈ ഇത്തരമൊരവസ്ഥയിൽ ഈ വണ്ടികളിങ്ങനെ സമയക്രമീകരണ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവൃത്തി സമയം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അവർ രായും പകലും ഇവിടെ വണ്ടി ഓടുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകന് പഠിക്കാൻ കഴിഞ്ഞില്ല. അത്രയധികം ദുസ്സഹമാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്നാണ് അവർ ശശി ടിവിയോട് പറയുകയുണ്ടായത്. ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.